നമ്മുടെ കുടുംബജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഉയർത്താം. എഫേസോസ് ലേഖനത്തിലൂടെ നമ്മൾ കേട്ടു, അച്ഛൻ വായിച്ച കാര്യം. ഭർത്താക്കന്മാരോട് പറഞ്ഞത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാനാണ്. എന്നാൽ അനേക ഭർത്താക്കന്മാര് ആഗ്രഹിക്കുന്നത് ഭാര്യ എന്നെ സ്നേഹിക്കണം, ഞാൻ പറയുന്നതെല്ലാം അവൾ കേൾക്കണം. എന്നാൽ പൗലോസ്ലീഹ പറഞ്ഞത് അങ്ങനെയല്ല. ഭാര്യ കേട്ടാലും കേട്ടില്ലെങ്കിലും അവളെ സ്നേഹിക്കാനാണ് ഭർത്താവിനോട് പറഞ്ഞത്. പല ഭർത്താക്കന്മാരുടെയും മനസ്സിലിരിപ്പ് എൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് എൻ്റെ ഭാര്യ മാറണമെന്നുള്ളതാണ്. എന്നാൽ വചനം അങ്ങനെയല്ല പറയുന്നത്. വചനം പറയുന്നത് ഭാര്യ നിന്നെ സ്നേഹിക്കുന്നില്ല എങ്കിലും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്നാണ്. അതിനാൽ ഭർത്താക്കന്മാർ ലോകം മുഴുവനും, പ്രത്യേകിച്ചും ശുശ്രൂഷ എന്ന് കാണുന്നു അന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഭർത്താക്കന്മാരും ഓർക്കുക, ഭാര്യയെ സ്നേഹിക്കാനാണ് പൗലോസ്ലീഹ എഫേസോസ് ലേഖനത്തിലൂടെ പറഞ്ഞത്. മറിച്ച് ഭാര്യയുടെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് തോന്നുന്ന പോലെ ജീവിക്കുവാനല്ല ഭർത്താക്കന്മാരോട് പറഞ്ഞത്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ പോകുന്നത്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് കൊണ്ടാണ് അനേക കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കുടുംബത്തിന്റെ തകർച്ചയിൽ നിന്നും മോചനം പ്രാപിക്കാനുള്ള വഴി ഭർത്താക്കന്മാർക്ക്, ഭർത്താവാകാൻ ഒരുങ്ങുന്നവരെ ആഗ്രഹിക്കുക, അവരെ പ്രത്യേകിച്ചും ഭാര്യയെ സ്നേഹിക്കാൻ മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കും നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കാം. ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ഒരുങ്ങുന്നവരെ പ്രാർത്ഥിക്കുക. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും, ഏതെല്ലാം കുറവുകളുണ്ടായാലും ഭാര്യയെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ കരങ്ങളും നമുക്ക് ഉയർത്താം. ഭർത്താക്കന്മാരെ അനുഗ്രഹം പ്രാപിക്കാൻ ഭാര്യമാര് കരമുയർത്തി പ്രാർത്ഥിക്കുക. അവർക്ക് എപ്പോഴും ഭാര്യയോട് സ്നേഹമുണ്ടാകാൻ, ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ നിറയാൻ, അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന സ്വർഗം ഇറങ്ങി വന്ന് വിരുന്നുണ്ണുന്ന ഒരു വലിയ കുടുംബം നമ്മുടെ സമൂഹത്തില്, നമ്മുടെ ലോകത്തില് സംജാതമായി തീരുവാൻ, ഉറവെടുക്കുവാൻ കൃപയേകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി. ലോകം മുഴുവനുമുള്ള എല്ലാ കുടുംബങ്ങളെയും കർത്താവേ ഞങ്ങളിവിടെ നിന്ന് അങ്ങയുടെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗം ഇറങ്ങി വന്ന് കുടുംബങ്ങളിൽ വിരുന്നുണ്ണുന്ന വലിയ അനുഭവം ഉണ്ടാകുവാന് എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇറങ്ങി വരണമേ. സ്നേഹത്തിന്റെ അരൂപിയെ നിത്യമായി അയക്കണമേ. എല്ലാ കുടുംബങ്ങളും സ്നേഹാനുഭവത്തിൽ നിറയട്ടെ. പ്രത്യേകിച്ചും ഭർത്താക്കന്മാര് കുടുംബത്തിലുള്ളവരെ, ഭാര്യമാരെ സ്നേഹിക്കാനുള്ള വൻ കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ലോകം മുഴുവനുമുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. രണ്ട് കരവും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ അതരവും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബ തകർച്ചകൾ വിട്ടുമാറട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള വേർപിരിയാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാര് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം മാനസാന്തരം ലഭിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കണ്ട, പ്രൈസ് ദി ലോർഡ് ഇരിക്കണ്ടെന്നല്ല, പ്രൈസ് ദി ലോർഡ് ഇരിക്കണ്ടെന്ന്. താബോർ മാമലയിലെ യേശുക്രിസ്തു രൂപാന്തരം പ്രാപിച്ചു. യേശുക്രിസ്തു മനുഷ്യന്റെ രൂപത്തിലായിരുന്നു തന്റെ ശിഷ്യരോട് ചേർന്ന് താബോർ മലയിലേക്ക് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ യേശു രൂപാന്തരപ്പെടുകയാണ്. യേശു ഏത് അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയും വെണ്മ കൊണ്ട് യേശു നിറയുന്നു. യേശുവിന്റെ വസ്ത്രം അത്രയധികം വെണ്മയുള്ളതായി തീർന്നു. യേശുവിന്റെ മുഖത്തു നിന്നുള്ള പ്രകാശം കണ്ടിട്ട് തന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത അത്രയും വലിയ ശോഭയാണ് അവിടെ പരന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതവും മാറണം. നമ്മുടെ ജീവിതത്തിലെ ഏത് അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വെണ്മ നമ്മുടെ ജീവിതത്തിൽ
ഉണ്ടാകണം. ഇത് പരിശുദ്ധാത്മാവാണ് തരിക. നമ്മളുടെ ജീവിതത്തെ പരിശോധിച്ചാൽ പലതരത്തിലുള്ള കളങ്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാം. എത്ര പ്രാവശ്യം അലക്കിയാലും, എന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം അനുദപിച്ചാലും, എത്ര പ്രാവശ്യം കുമ്പസാരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകാത്ത കറകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന കാണാം. ക്ലാവ് പിടിച്ച കലമെന്ന് ജെറമിയയുടെ പുസ്തകത്തില് നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്. എത്രയോ പ്രാവശ്യം നിന്റെ ക്ലാവ് കളയുവാൻ വേണ്ടി സഹനത്തിന്റെ വഴികളിലൂടെ ഞാൻ നിന്നെ വഴി നടത്തി. എന്നാൽ നിന്നിലെ ക്ലാവ് പൂർണ്ണമായും പോകാത്തത് കൊണ്ട് നിന്നെ ഞാൻ അടുപ്പിലിട്ട് പഴിപ്പിക്കുമെന്ന് ജെറമിയ പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നു. അടുപ്പിലിട്ട് പഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ സഹനത്തിലൂടെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യേശു രൂപാന്തരപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതവും രൂപാന്തരപ്പെടുവാൻ കൃപയേകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ ഉയർത്താം. നമുക്ക് സ്വയം ശുദ്ധീകരിക്കപ്പെടാൻ കഴിയുകയില്ല. എന്നാൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിനക്കിഷ്ടമുള്ള പോലെ എന്നോട് പെരുമാറിക്കൊള്ളുക, നിനക്കിഷ്ടമുള്ളതുപോലെ എന്നോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ അവൻ നമ്മുടെ ആത്മാവിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് ശോഭയുള്ള വർണ്ണം നൽകും. അതിനാൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കൊടുക്കാം. ഏതെല്ലാം തരത്തിലുള്ള കളങ്കത്താലാണ് നമ്മൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്, ആ എല്ലാ കളങ്കങ്ങളും മാറിപ്പോകാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം, കർത്താവേ നന്ദി. ഹല്ലേലൂയ. അവനെ സ്തുതിക്കാനാണ്, അവനെ ആരാധിക്കുവാനാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യരുടെ സ്തുതികളിൽ സംപ്രീതനാകുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. മനുഷ്യ സ്തുതികളില് അവൻ ഇറങ്ങി വരുന്നവരാണ്, മനുഷ്യ സ്തുതികളില് അവൻ വസിക്കുന്നവരാണ്. സ്തുതികളിൽ വസിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ സ്തുതിച്ച് ആരാധിക്കാനും സ്തുതിച്ച് പാടുവാനുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മളെ അവൻ നമുക്ക് രൂപം നൽകിയത് അവനെ സ്തുതിച്ച് ആരാധിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പാടി സ്തുതിക്കാം നമുക്ക് താബോർ മാമലയിൽ. ആഗ്രഹത്തോടെ നമുക്കും രൂപാന്തരം പ്രാപിക്കാം. യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട് അവൻ നൽകുന്ന വെണ്മയുള്ള വസ്ത്രം ധരിച്ച് നിത്യ സൗഭാഗ്യത്തിലെത്താനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഉയർത്തി പിടിച്ചുകൊണ്ട് പാടാം, നമുക്ക് പാടാം. എല്ലാവരും ചേർന്ന് പാടാം, ഗായകരോട് ചേർന്ന്. മറന്ന് ആരാധിക്കാം, സ്വയം മറന്ന് ആരാധിക്കാം. യേശുവിന്റെ തേജോമയമായ രൂപം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. നമ്മുടെ കരങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. യേശുവിന്റെ തേജോമയമായ രൂപം നമ്മുടെ ഹൃദയങ്ങളിൽ നിറച്ചാരാധിക്കാൻ, അവനെ വിളിച്ചാരാധിക്കാൻ ശക്തി തരണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. നമുക്ക് പാടാം. രൂപം ഈ ഹൃദയ
നിറയട്ടെ, എല്ലാ ഹൃദയങ്ങളിലും നിറയട്ടെ. തേജോമയമായ രൂപം, നിറച്ചാരാധിക്കാം, വിളിച്ചാരാധിക്കാം. അന്തയാധികം വിളിച്ച പോലെ എല്ലാവരും കരമുയർത്തി കരം വീശി തേജോമയമാം രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് കരം വീശിക്കൊണ്ട് കരം വീശിക്കൊണ്ട് കരമടിച്ചുകൊണ്ട് ശക്തി കരമടിച്ച് ആരാധന കരമടിച്ച് കരമടിച്ചുകൊണ്ട് ആരാധിച്ചേ. അവനെ ആരാധിക്കുന്നത്, ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അവൻ നമ്മുടെ ആരാധനയില് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. അത് ആരാധിച്ചേ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കിരിക്കാം, ശാന്തമായിരിക്കാം. ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ശക്തി ചോർന്നു പോയോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ശക്തി ലഭിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളില് പാപത്തിന്റെ മാലിന്യം കുടികൊള്ളുന്നു എന്നുള്ളതാണ്. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞത്, പാപിക്ക് സ്വസ്ത്രഗീതം ഇണങ്ങുന്നില്ല, കാരണം അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാത്തതിന്റെ കാരണം പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നു, കോപിക്കുന്നവന് ദൈവത്തിൽ നിന്നും നീതി ലഭിക്കുന്നില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരിടത്ത് പറയുന്നു കോപിക്കാം, പാപം ചെയ്യരുതെന്ന്. മറ്റൊരിടത്ത് പറയുന്നു നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നിടം വരെയേ നിൽക്കാവുള്ളൂ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എല്ലാ കോപവും അവസാനിപ്പിച്ച് ആരോടാണോ കോപിച്ചത് അവരുമായി രമ്യതയിൽ വരണമെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യം ഓർക്കുക. ഇനി നമ്മളിലേക്കൊന്ന് പോകാം. ആരോടെല്ലാം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് രമ്യപ്പെടാൻ കഴിയാതെ പോയിട്ടുണ്ട്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നും പ്രചോദനം സ്വീകരിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിന്തിക്കുക, നമ്മളെല്ലാവരും കോപിക്കുന്നവരാണ്. പക്ഷെ ഈ കോപം വെച്ചു പുലർത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളില് ഇത് വെച്ചുകൊണ്ട് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോയാൽ ആ ഉറക്കത്തില് നേരം പുലരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുക എന്ന് വചനം പറയുന്നുണ്ട്. വിതക്കാരൻ വിത്ത് വിതച്ചു പകല്, രാത്രിയില് അതായത് ഉറക്കത്തില് പിശാച് വന്ന് എന്ത് വിതച്ചു? കളകൾ വിതച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരുമായിട്ടാണ് പിണങ്ങിയിരിക്കുന്നത് അവരുമായി രമ്യതപ്പെടാതെ വരുമ്പോൾ, ആ രാത്രിയിൽ നമ്മൾ രമ്യതയിലേക്ക് കടന്നു വരാതെ കിടന്നുറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സില് പിശാച് കള വിതയ്ക്കും. അപ്പോൾ പ്രഭാതത്തിൽ ഉണരുമ്പോൾ
നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ക്ഷമിക്കുന്ന അവസ്ഥയല്ല, കൂടുതൽ കൂടുതൽ വൈരാഗ്യവും വെറുപ്പും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പിന്നെ പിശാചിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നിലകൊള്ളുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിശാച് ഒരുവനിൽ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൻ തിരിച്ചു വന്ന് അവിടെ കയറി താമസിക്കുവാൻ സാധിക്കുമോ എന്ന് നോക്കുന്നതിന് വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ അവൻ തിരികെ പോകും. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടിട്ടുണ്ട്, ഈ വചനം നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവൻ തിരികെ പോകും. തിരികെ പോയിട്ട് ആ വീട്ടിൽ അവൻ നോക്കുമ്പോൾ ശൂന്യതയാണ്, ഒന്നുമില്ല, എല്ലാം അടിച്ചുവാരി, പൊടിയൊന്നുമില്ല. അവിടെ പിശാചിന് വേണ്ടുന്ന ഒരു സംഭവമില്ല, അതെല്ലാം അടിച്ചുവാരി. അതായത് നീർക്കാക്കകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. നീർക്കാക്കകള് അവ വെള്ളത്തില് മീനുണ്ടെങ്കിൽ കൂട്ടം കൂട്ടമായി വന്ന് ഈ മീനുകളെയൊക്കെ പിടിച്ച് ഭക്ഷിക്കും. കുളത്തിലോ ടാങ്കുകളിലോ നമ്മൾ മീൻ വളർത്തിയാൽ നീർക്കാക്ക അബദ്ധവശാൽ അത് കണ്ടെത്തുകയും അതിനെ വലയിട്ടൊന്നും നമ്മൾ സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഈ നീർക്കാക്കകൾ വന്ന് ഈ കുളത്തിലെ മുഴുവൻ മീനിനെയും ഭക്ഷിക്കും. അപ്പോൾ ആ കുളം എന്തായിത്തീരും? ശൂന്യമായിരിക്കും. കുളത്തിൽ എന്തെല്ലാം ഉണ്ട്? വെള്ളമുണ്ട്, മറ്റു പല വസ്തുക്കളും ഉണ്ടാകും. പക്ഷെ നീർക്കാക്കയെ സംബന്ധിച്ചിടത്തോളം കുളം ശൂന്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ജീവിതത്തില് കർത്താവിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ ആത്മാവിന് വസിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഇടം അവിടെ കാണുകയില്ല. നീർക്കാക്കയെ വന്ന് കുളത്തിൽ നിന്നും മീനിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഉടമസ്ഥൻ വന്ന് കുളത്തിൽ നോക്കിയപ്പോൾ കുളം ശൂന്യമായി കണ്ടതുപോലെ ദൈവത്തിന്റെ ആത്മാവ് വന്ന് നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മളിലെ ദൈവത്തിന്റെ ആത്മാവിന് വസിക്കാൻ പറ്റിയ സ്ഥലമൊന്നും കാണാതെ ശൂന്യമായി പോയി നമ്മുടെ ജീവിതം. കാരണം നമ്മൾ വലിയ പാപങ്ങളൊന്നും അന്വേഷിച്ച് പോകണ്ട. ഞാൻ പിടിച്ചു പറിച്ചില്ല, ആരുടെയും അതിർത്തിക്കല്ല് മാറ്റിയില്ല, വ്യഭിചാരം ചെയ്തില്ല, ആരെയും മോഷ്ടിച്ചിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മളുടെ ഹൃദയം ശൂന്യമാണ്. എവിടെയാണ് ശൂന്യത സംഭവിച്ചിരിക്കുന്നത്? കർത്താവിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്താണ് കാരണം? കോപിക്കുന്നവന് ദൈവത്തിൽ നിന്നും നീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയുടെ പ്രേരണ അവന് ലഭിക്കുന്നില്ല. കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാൻ കോപിക്കുന്ന വ്യക്തിക്ക് സാധിക്കുന്നില്ല, കോപം നീട്ടിക്കൊണ്ടുപോയാൽ. അപ്പോൾ ക്ഷിപ്രകോപിക്കും സ്ഥിരകോപിക്കും ഒരിക്കലും കോപത്തെ അകറ്റാൻ പറ്റാത്ത വ്യക്തിക്കും കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും എഫാത്ത പ്രാർത്ഥന ശുശ്രൂഷയിലും അതുപോലെ മറ്റുള്ള പ്രാർത്ഥനാ വേദികളിലും പ്രാർത്ഥനാ ഇടങ്ങളിലും പോയി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കുന്നില്ലാത്തതിന്റെ കാരണത്തിൽ ഒന്ന് ചിലപ്പോൾ നമ്മളിൽ നിന്നും കോപം അകന്നു പോകാത്തത് കൊണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. കോപം കാരണം നമ്മളോടൊത്ത് വസിക്കുന്നവരുടെ ആന്തരിക വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകും. അവരുടെ ആന്തരിക ചൈതന്യം അസ്തമിച്ചു പോകും. അവർക്ക് നേരായതുപോലെ പ്രവർത്തിക്കുവാനും ഉചിതമായ ഇടങ്ങളിൽ ഉചിതമായ രീതിയിൽ സംസാരിക്കുവാനും ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുവാനും ഇടപെടാനും കഴിയാത്ത ഒരു മാനസികമായ അന്ധകാരം അവരുടെ ജീവിതത്തിൽ വന്ന് നിറയും. അതുകൊണ്ടാണ് പലരും പല ഇന്റർവ്യൂകളിലും അതുപോലെ പല ഇടങ്ങളിലും ജോലി സ്ഥലങ്ങളിലും അവരുടെ അനുദിന ജീവിത പ്രവർത്തന മേഖലകളിലും ബിസിനസ്സിലും കൃഷിയിടങ്ങളിലും അവരെ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നതിലും ഒക്കെ പരാജയപ്പെട്ടു പോകുന്നത് അവരുടെ ജീവിതത്തിൽ കോപിഷ്ഠരായിരിക്കുന്ന നിത്യം കോപിഷ്ഠരായിരിക്കുന്ന വ്യക്തികളുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് അവരുടെ സ്വതസിദ്ധമായ വ്യക്തിത്വത്തിന് ഇടിവ് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ഉണ്ടാകുന്ന ശൂന്യത കൊണ്ട് ഒരു വ്യക്തിക്ക് വിജയം വരിക്കാൻ കഴിയുകയില്ല. കാരണം അവന്റെ ഹൃദയത്തില് കോപിക്കുന്ന വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് സ്നേഹത്തിന്റെ അനുഭവം സ്വന്തമാക്കുവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്നേഹ അനുഭവത്തില് അവർക്ക് വളരാൻ പറ്റുന്നില്ല. കാരണം നിത്യം കോപിക്കുന്ന ഒരാളുടെ കൂടെ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ കഴിയും ആ വ്യക്തിയുടെ ജീവിതം എപ്പോഴും എന്താണെന്ന്?
നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ പറയുന്ന കട്ടപ്പുകയാണെന്ന്. കട്ടപ്പുകയെന്ന് പറയും. എന്നാൽ പുകയ്ക്ക് കട്ടി കൂടിയിട്ടൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ കോപിഷ്ഠരായവര് കൂടെ ജീവിക്കുന്നത് ഒരു വലിയ സഹനമാണ്. കോപിക്കുന്ന ആൾ വിചാരിക്കും ഞാൻ ആളത്തമുള്ളവനാണ്, എല്ലാവരെയും എൻ്റെ കോപം കൊണ്ട് വശത്താക്കാൻ കഴിയുമെന്ന്. അത് വെറുമൊരു ലോകത്തിൽ സാധിച്ചേക്കാം. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിലെ ഒരു മിഥ്യ അഭിമാനമാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കർത്താവ് പറഞ്ഞു എല്ലാം അസ്തമിച്ചു പോകും, സ്നേഹം മാത്രമാണ് അസ്തമിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ സ്നേഹത്തിന്റെ അഭാവം, അതാണ് നമ്മുടെ ഹൃദയത്തിലുള്ള ശൂന്യത. ഈ ശൂന്യതയില്, നമ്മുടെ ഹൃദയത്തിലുള്ള ഈ ശൂന്യതയില് കർത്താവ് വന്ന് നിറയണം. കർത്താവ് വന്ന് നിറയണമെങ്കിൽ ഈ ശൂന്യതയിലേക്ക് കർത്താവിനെ വിളിക്കണം. എവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിന് ശൂന്യതയുണ്ടോ, ദാരിദ്ര്യം ഒരു ശൂന്യതയാണ്. കാരണം പണമില്ലാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. ആത്മാവിന്റെ ദാരിദ്ര്യമുണ്ട്, ഭൗതിക ദാരിദ്ര്യമുണ്ട്. ആത്മാവിന്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദൈവാനുഭവം ഇല്ലാത്ത അവസ്ഥ, ദൈവത്തെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിൽ ദൈവാനുഭവം ഇല്ലാത്ത. അവൻ ദാഹമുണ്ട് വളരെയധികം, ആത്മാവിൽ എനിക്ക് നിറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആത്മാവ് നിറയെങ്കിൽ. അതുകൊണ്ട് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, കാരണം അവർ ദൈവത്തെ കണ്ടെത്തും. ദൈവാത്മാവ് അവർ നിറയും. ആഗ്രഹമുണ്ടാകണം. വിശപ്പുള്ള വ്യക്തിക്ക് ആഹാരം കഴിക്കാൻ തോന്നുകയുള്ളൂ, ദാഹമുള്ള വ്യക്തിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുകയുള്ളൂ. അതുകൊണ്ട് ദാഹം എന്ന് പറയുമ്പോൾ ജലം കിട്ടിയാൽ മാത്രമേ ദാഹം തീരുകയുള്ളൂ. ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സ്വന്തമാക്കിയാലേ ഈ ആത്മാവിന്റെ ദാരിദ്ര്യം തീരുകയുള്ളൂ. ആത്മാവിന്റെ ദാരിദ്ര്യം അവസാനിപ്പിക്കുവാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് ആത്മീയമായ ദാരിദ്ര്യത്തിന്റെ ശൂന്യത യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ നീക്കിക്കളയാൻ പറ്റും. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞവന്റെ ജീവിതം സന്തോഷഭരിതമായി തീരും. യേശു ആത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു ലൂക്കായുടെ സുവിശേഷത്തിലെ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ കർത്താവേ, നീ ഇത് ശിശുക്കളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും നിയമത്തിൽ നിന്നും മാറ്റിവെച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തല്ലോ. പ്രൈസ് ദി ലോർഡ്. ശിശു സഹജമായ മനോഭാവത്തിലേക്ക് കടന്നു വരാതിരിക്കുമ്പോൾ, നമ്മൾ എന്തോ ആണെന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ നമുക്കൊരു ശൂന്യത നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടും. എല്ലാം തികഞ്ഞു എന്നും എല്ലാം സ്വന്തമാക്കിയെന്നും ഒന്നിനും കുറവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നതിലൂടെ നമ്മൾ ശൂന്യരാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ വിളംബരം ചെയ്യുകയാണ്. എല്ലാം നിറഞ്ഞവനും എല്ലാം കിട്ടിയവനും തല ഉയർത്തിപ്പിടിച്ചല്ല നടക്കുക, അവൻ അല്പം തല കുനിച്ചു പിടിച്ച് നടക്കും. നിറമുള്ള കതിര്, നിറഞ്ഞ കതിര് വളഞ്ഞിരിക്കുന്നത് പോലെ നിറകതിര് ഒരിക്കലും നേരെ നിൽക്കുകയില്ല, പതിരാണ് നേരെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ വ്യർത്ഥ അഭിമാനത്തിന്റെ നേരെ നിൽക്കുന്ന തലയുമായിട്ടാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ ഓർക്കുക, അവിടെ നമ്മളിൽ തന്നെ ഒരു ശൂന്യതയുണ്ട്. ഈ ശൂന്യതയിലേക്ക്, ഇതുപോലുള്ള ശൂന്യതകളിലേക്ക് കർത്താവിന്റെ കൃപ നമുക്ക് ചോദിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ശൂന്യതകളിലും ദൈവമേ നീ വന്ന് നിറയണമേ. സ്നേഹരഹിതമായ കുടുംബ അന്തരീക്ഷം അത് ശൂന്യതയാണ്. പണമില്ലാത്ത കുടുംബാന്തരീക്ഷം അത് ശൂന്യതയാണ്. രോഗാവസ്ഥയിൽ നിലനിൽക്കുന്ന അവസ്ഥ, ഒരു മരുന്ന് കഴിച്ചാൽ രോഗം മാറാത്ത അവസ്ഥ, അതൊരു ശൂന്യതയാണ്. ആരെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ, അയൽവാസികൾ നമ്മളെ വെറുക്കുമ്പോൾ ആ വെറുപ്പിന്റെ ഇടയിൽ ഉള്ള ആ സമയം മുഴുവനും അതൊരു ശൂന്യതയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ശൂന്യതകളും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി, എഫാത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകം മുഴുവനും അനേകര് ഈ ഗാനം ആലപിക്കുവാൻ വേണ്ടി എഴുതിയ ഈ ഗാനം കുമ്പാറ ബേബിച്ചേട്ടൻ എഴുതി യോജന ഓർക്കസ്ട്രേഷൻ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ഗായകര് എല്ലാവരും കൂടി ചേർന്ന് പാടുകയാണ്. നമുക്ക് പാടാം ഗായകരോട് ചേർന്ന്. നിന്റെ ശൂന്യതയിൽ വാഗ്ദാനമാണ്. ും
എല്ലാം നിന്റെ മുമ്പിൽ അസ്തമിച്ചാലും, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു പോയി അനാഥയാണെന്ന് തോന്നിയാലും, ഒരു നാളും കൈവിടാത്ത കർത്താവ് നിന്നെ തേടി വരും. നിന്നെ ഞാൻ അനാഥനായി വിടുകയില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തു പറഞ്ഞു. അതുകൊണ്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, ആരെല്ലാം ഉപേക്ഷിച്ചു പോയാലും, ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞവന്റെ സന്നിധിയിൽ അഭയം തേടിക്കൊണ്ട് നമുക്ക് പാടാം. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയണം. കയ്യിലുള്ള പണം മുഴുവൻ തീർന്നുപോയി. ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും? ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു. ജീവിത പങ്കാളി മരിച്ചുപോയി, അല്ലെ മരണത്തെ നേരിടുന്നു. ഇനി എങ്ങനെ ഞാൻ ജീവിക്കും? ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിന്റെ മുമ്പിൽ ഇന്ന് നിലനിൽക്കുന്നെങ്കിൽ കർത്താവിത ഈ ഗാനരൂപത്തില് നിന്നോട് പറയുന്നു. കൂരിനുള്ളിൽ ദീപം അണഞ്ഞാലും മകനെ നീ കൈകളിലാണെന്നറിയുക നീ. എന്നും ജീവിക്കുന്ന കർത്താവേ, നീ ആദിയില് മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അവരെ അനുഗ്രഹിച്ചു. വർദ്ധിച്ചു പെരുകുവാനുള്ള വലിയ കൃപ അവർക്ക് നൽകി. ദൈവമേ, അവർ പരസ്പരം സ്നേഹിക്കണമെന്നുള്ളത് അവിടുത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ ഇന്ന് ഭിന്നിച്ചും കലഹിച്ചും കഴിയുന്ന അനേകം കുടുംബങ്ങൾ, പരസ്പരം ക്ഷമിക്കാൻ സാധിക്കാത്ത അനേകം കുടുംബങ്ങൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പരസ്പരം മത്സരിച്ചുകൊണ്ട് കഴിയുന്നു. ദൈവമേ, ഞങ്ങൾ എഫാത്ത കൂട്ടായ്മയിൽ
ഈ നിമിഷം ലോകത്തില് ഉള്ള എല്ലാ കുടുംബങ്ങളെയും എഫാത്ത കൂട്ടായ്മയിൽ മാത്രമല്ല ലോകം മുഴുവനിലും ഭിന്നിച്ചും മത്സരിച്ചും പരസ്പരം വഴക്കുകളുണ്ടാക്കിയും കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവമേ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുത്തെ തിരുരക്തം എല്ലാ ദമ്പതികളുടെ മേലും അങ്ങ് ഒഴിച്ച് ദൈവമേ, അവിടുത്തെ തിരുരക്തത്തിന്റെ ശക്തിയാൽ എല്ലാ ദമ്പതികളും വിശുദ്ധീകരിക്കപ്പെട്ട് ക്ഷമിക്കുന്നതിനുള്ള വലിയ വരവ് ഓരോ ദിവസവും ആ മക്കൾക്ക് നൽകി അന്നൊന്ന് തന്നെ ക്ഷമിച്ച് ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ക്ഷമിച്ചും ക്ഷമ കൊടുത്തും വലിയൊരു സന്തോഷത്തോടെ ആ ദിവസം അവസാനിപ്പിക്കുവാൻ എല്ലാ ദമ്പതിമാർക്കും കൃപ നൽകണേ. ഭൂമിയില് അവർ ഒരുമിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും നിറവേറ്റിത്തരുമെന്ന് അരുളിച്ചത് കർത്താവേ, ഓരോ കുടുംബങ്ങളിലും ഇന്ന് അസ്വസ്ഥതകള്, പ്രാർത്ഥനകള് ഫലിക്കുന്നില്ലെങ്കിൽ വിദ്വേഷത്തിന്റെ അടിസ്ഥാന വേരവിടെ വളർന്നിട്ടുണ്ടല്ലോ. ദൈവമേ, സാത്താന്റെ ആ ശക്തിയെ അങ്ങ് പൂർണ്ണമായും എടുത്തു മാറ്റി അവിടുത്തെ സ്നേഹത്തിന്റെ വലിയ അഭിഷേകത്താല് ഈ മക്കൾ ഓരോരുത്തരെയും അങ്ങ് അഭിഷേചിക്കണമേ. തിന്മയുടെ ശക്തികൾ നിർവീര്യമാക്കപ്പെടുന്നതിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ ആത്മാവിനെ സകല ജനത്തിന്റെ മേലും വർഷിച്ച് എല്ലാവരിലും അവിടുത്തെ സ്നേഹതൈലം അവിടുന്ന് പൂശി എല്ലാവരെയും സ്നേഹത്തിന്റെ മങ്ങാത്ത ശൃംഖലയാൽ കൂട്ടിയോജിപ്പിച്ച് വലിയ ശക്തിയുടെ വലിയ കൃപയുടെ വിധാതാക്കളായി അവർ ഓരോരുത്തരും മാറട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നിർച്ചാലുകൾ പൊട്ടിപ്പുറപ്പെടും എന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ മക്കൾ ഓരോരുത്തരും കൃപയുടെ വിളനിലങ്ങളായി കൃപയുടെ നിർച്ചാലുകളായി മാറുന്നതിന് അവിടുത്തെ അഭിഷേക തൈലത്താൽ ഈ മക്കൾ ഓരോരുത്തരെയും ഈ നിമിഷം വിശുദ്ധീകരിച്ച് അവിടുത്തെ സ്വന്തമാക്കണമേ. ദൈവമായ കർത്താവിന്റെ നാമത്തില് എല്ലാ തിന്മ ശക്തികളെയും അവിടുത്തെ ധന്യമായ നാമത്തില് ഈ മക്കളിൽ നിന്ന് അകറ്റി അവിടുത്തെ പരിശുദ്ധാത്മാവ് ഈ മക്കൾ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെയും സാലവിശുദ്ധരുടെയും പ്രത്യേകമായ മധ്യസ്ഥം ഈ മക്കൾക്കും ലോകം മുഴുവൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്കും ലഭിക്കുവാനിടയാകട്ടെ. പിതാവായ ദൈവത്തിന്റെയും അവിടുത്തെ പുത്രനായ യേശുമിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും കൃപയും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുടെ കൂടെയും എപ്പോഴും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ എല്ലാ ശൂന്യതകളിലും ദൈവത്തിന്റെ ശക്തി വന്ന് നിറയുന്നതിന് വേണ്ടിയിട്ട് യേശുവേ സ്വത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ സ്വത്രം, യേശുവേ നന്ദി. ഇസ്രായേൽ ജനത്തിന് അവര് വിശന്ന് പിരിഞ്ഞപ്പോൾ മന്ന നൽകിയ ദൈവം അവരുടെ വിശപ്പിന്റെ ശൂന്യതയിൽ അവരുടെ വിശപ്പ് അകറ്റിയത് മന്ന കൊടുത്താണ്. ഇസ്രായേൽ ജനം പഴയ കാലങ്ങളിലെ ഇറച്ചിയുടെ രുചിയോർത്ത് അവർക്കത് കിട്ടാതെ വന്ന അവസ്ഥയിൽ കാടപ്പക്ഷികളെ നൽകി അവരെ പോറ്റിയ ദൈവം നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള എല്ലാ ശൂന്യതകളിലും നിറഞ്ഞ് കവിഞ്ഞൊഴുകി വരും. കർത്താവ് കടന്നു വരിക അനേകരുടെ ആയിരിക്കാം, ഏതെങ്കിലും വ്യക്തിയിലൂടെ ആയിരിക്കാം, ഏതെങ്കിലും പുതിയ ആശയങ്ങളിലൂടെ ആയിരിക്കാം, പുതിയ സംരംഭങ്ങളിലൂടെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിന് മാറ്റം വരിക. കർത്താവ് ഒരിക്കലും നേരെ വന്ന് മോനെ ഇതാ നിന്റെ കയ്യിൽ 1000 രൂപ 10,000 രൂപ എന്ന് പറഞ്ഞ് തരികയല്ല, മറിച്ച് ദൈവം വ്യക്തികളെയും സന്ദർഭങ്ങളെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ അവസരം തരികയാണ്. ആ കർത്താവിന്റെ മുമ്പില് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ശൂന്യതകളും കൊടുത്തുകൊണ്ട്, എല്ലാ കുറവുകളും കൊടുത്തുകൊണ്ട്, എല്ലാ ആവശ്യങ്ങളും കൊടുത്തുകൊണ്ട് കരമുയർത്തി ആഗ്രഹത്തോടെ നിറച്ചു തരുന്നവനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി. മടി കൂടാതെ, മടുപ്പ് കൂടാതെ, മുഷിപ്പ് തോന്നാതെ യേശുവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ മഹത്വം. സർവ്വ അനുഗ്രഹങ്ങളും നൽകുന്നവനെ, ഞങ്ങളുടെ ശൂന്യതയില് ആവശ്യമായ അപ്പം നിറച്ചു തരുന്നവനെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കരമുയർത്തി മനമുയർത്തി എന്തെല്ലാം ആവശ്യങ്ങളാണോ
നമ്മുടെ ജീവിതത്തില് ഇന്ന് വേണ്ടത് അതെല്ലാം ചോദിച്ചുകൊണ്ട് ആ ശൂന്യതയിലേക്ക് കർത്താവേ ഇറങ്ങി വരട്ടെ. ഭവനമില്ലാത്തവര് ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പഠിക്കാൻ കഴിയാത്തവര്, ഓർമ്മ കിട്ടാത്തവര്, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊരു ശൂന്യതയാണ്. പഠിക്കുന്നത് ഓർത്തിരിക്കാൻ കഴിയാത്ത കുട്ടികളുടെ മനസ്സിൽ ഒരു ശൂന്യതയാണ്. ഈ ശൂന്യതയില് ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവ് വന്നു നിറയും. ദാരിദ്ര്യം, ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് പണമില്ലാത്ത അവസ്ഥ, അതാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. ഈ ദാരിദ്ര്യത്തില് ദൈവം നിന്നെ സഹായിക്കും. നിന്റെ സ്ഥലം വിൽക്കാനോ ജോലി കിട്ടാനോ ബിസിനസ് ഉയർത്തപ്പെടാനോ മറ്റെന്തെങ്കിലും വഴികളിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എന്തെല്ലാം ആവശ്യമാണോ ദൈവസന്നിധിയിൽ നിന്ന് അവയെല്ലാം ചോദിച്ച് പ്രാർത്ഥിക്കുക. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ, അവന്റെ കരങ്ങളിലേക്ക് നോക്കാതെ, അവന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഐശ്വര്യത്തിലേക്ക് നോക്കാതെ കർത്താവിലേക്ക് മാത്രം നോക്കി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ. അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ. ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. ശുദ്ധീകരണത്തിന്റെ നിമിഷമാണ്. നിന്നെ ശുദ്ധീകരിക്കും. ദൈവത്തിന്റെ അനുഗ്രഹം സർവ്വതും മുഴുവനായി വാങ്ങുവാൻ നിന്നെ ശുദ്ധീകരിക്കും. വിട്ടുകൊടുക്കുക. ഏതെല്ലാം മേഖലകളിലാണോ നീ ബലം പിടിച്ചിരിക്കുന്നത് അവിടെ നിന്നെ ഇന്ന് ശുദ്ധീകരിക്കും. നിനക്ക് അനുഗ്രഹം തരാനായി നിന്റെ ജീവിതത്തെ, നിന്റെ ഭവനത്തെ, നീ കടന്നു ചെല്ലുന്നിടത്തെ പരിപൂർണമായും ശുദ്ധീകരിക്കും. ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ. ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ, 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 തിരുനിണത്താൽ കഴുകണമേ. എല്ലാ മേഖലകളെയും ശുദ്ധീകരിക്കുന്ന കർത്താവ് ജലമായിട്ട് നിന്നെ ശുദ്ധീകരിക്കും. തൈലാഭിഷേകത്താല് നിന്നെ ശുദ്ധീകരിക്കും. നിങ്ങളിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ തൈലം പൂശി രോഗിയേക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. രോഗി സുഖം പ്രാപിക്കും. സ്ത്രീവായാൽ അനുഗ്രഹം പ്രാപിക്കും. നീ ശുദ്ധീകരിച്ചിടുന്നു, വിശുദ്ധ സ്ത്രീയായ നീ മുദ്രിതമായിടുന്നു, തൈലാഭിഷേകത്താൽ നീ ശുദ്ധീകരിച്ചിടുന്നു, വിശുദ്ധ ശ്രീവായ നീ മുദ്രിതമായിടുന്നു, ആപാദകന്മലമായിടുന്നു, നിന്റെ ദേഹദീതിയുടെ നിമിഷം. ആപാദകന്മലമായിടുന്നു, നിന്റെ ദേഹദീതിയുടെ നിമിഷം. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ, 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 തിരുനിണത്താൽ കഴുകണമേ. അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ, 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 തിരുനിണത്താൽ കഴുകണമേ. തിരുനിണത്താൽ അവൻ നിന്നെ കഴുകും. തിരുനിണം എന്ന് പറഞ്ഞ ഒരു തുള്ളി ചോരയല്ല, അതൊരു കടലാണ്. തിരുരക്തത്തിന്റെ കടല്. കാരണം സ്വർഗവും ഭൂമിയും
അതിലുള്ള പറുദീസയും മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്, ആത്മാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ തിരുരക്ത കടലിൽ ആത്മാക്കളെ മുക്കിയത് കൊണ്ടാണ്. അപ്പോൾ യേശുവിന്റെ തിരുരക്ത കടലിലൂടെ സ്വർഗം മുഴുവനും ആത്മാക്കളെ കൊണ്ട് നിറയുവാൻ പാകത്തിന് അത്രയും ശക്തമാണ് അവന്റെ രക്തം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും തരത്തിൽ ഇനിയും വിട്ടുപോകാത്ത അശുദ്ധിയുണ്ടോ, ബന്ധനമുണ്ടോ, ശാപമുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ശക്തികളുടെ ആക്രമണമുണ്ടോ, മന്ത്രവാദമോ കുടത്രോ ചെയ്തിട്ട് എന്റെ കുടുംബം തകർന്നു പോയി എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അവിടെ കർത്താവിന്റെ തിരുരക്തം നിന്നെ കഴുകും. ഓർത്തുപാടുക, നീ ചെല്ലുന്നിടമെല്ലാം ശുദ്ധീകരിക്കപ്പെടാനുള്ളതാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ. കരമടിച്ച് കഴുകപ്പെടട്ടെ നിന്റെ ജീവിതവും, നിന്റെ കുടുംബ ജീവിതവും, നിന്റെ ഭവനവും യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ. കഴുകണമേ, കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. ആഴമായ ശാന്തതയില് കർത്താവിന്റെ കൃപ നമ്മളുടെ മേലെ നിറഞ്ഞു നിൽക്കുന്ന നിമിഷമാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, ഞാനത് നിങ്ങൾക്ക് തരുമെന്ന്. നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് നിയോഗങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ വേദനകളും നൊമ്പരങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനകളും അവൻ സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. എല്ലാ തലങ്ങളിലും അനുഗ്രഹം നിറയുന്നവനാണ്. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഇടങ്ങളിൽ അവൻ വന്ന് നിറയും. നമുക്കൊരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അനുഗ്രഹമാകാം ഇന്ന് നീ നിന്റെ ജീവിതത്തിന്റെ പ്രയാസമായിട്ട് കാണുന്നത്. എന്നാൽ അവിടെ നീ ആഗ്രഹിക്കുന്നേക്കാൾ അധികമായി നന്മകളും കൃപകളും കൊണ്ട് നിന്റെ ജീവിതത്തെ അവൻ പടുത്തുയർത്തും. തകർന്നു പോയി എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ, ഇനി മുന്നോട്ട് ഒരടി പോലും വെക്കാൻ കഴിയില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, കർത്താവ് കടന്നു വന്ന് നിന്നെ ബഹുദൂരം മുന്നിലേക്ക് കൊണ്ടുപോകും. എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിക്കാം, എല്ലാ മേഖലകളും സമർപ്പിക്കാം. കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി, കൂടുതൽ ആത്മീയ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയെല്ലാം ചേർക്കപ്പെടും. എല്ലാ നന്മകളും വാരി വിതറുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സർവ്വവിധ അനുഗ്രഹ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിറയാൻ വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് പാടാം. കർത്താവ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ കൈയടിച്ച് തുള്ളിച്ചാടി അടുത്ത ഭാര്യമാരെ പണ്ടെങ്കിൽ കൈയൊക്കെ ചേർത്ത് പിടിച്ച് പാടാം. ഏതെങ്കിലും ചേട്ടന്മാർക്ക് ഭാര്യയുടെ അടുത്ത് വന്ന് പാടണമെങ്കിൽ അങ്ങനെയും പാടാം.
സഭയെ സ്നേഹിച്ചതുപോലെ കയ്യൊന്നടിച്ചേ. അങ്ങനെ ഭാര്യമാരെ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ഭർത്താക്കന്മാർ ഒരു പ്രാവശ്യം കൈയടിക്കും, ഭാര്യ രണ്ടു പ്രാവശ്യം കൈയടിക്കണം. സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ചുളിവോ കരയോ ഇല്ലാതെ, ചുളിവോ കറയോ ഇല്ലാതെ, കുറവോ പിഴവോ ഇല്ലാതെ, കുറവോ പിഴയോ ഇല്ലാതെ ഭാര്യയെ സ്നേഹിക്കാൻ ശൈല മിസ് പാടുന്നു. സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭാര്യമാരെ സ്നേഹിപ്പിൻ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭാര്യമാരെ സ്നേഹിപ്പിൻ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. സന്തോഷത്തോടെ പാടിക്കേ. സ്നേഹിച്ചതുപോലെ ഭാര്യമാരെങ്കിലും സന്തോഷത്തോടെ പാടിക്കേ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ഭർത്താവിനോട് എങ്ങനെ ഭാര്യ ചേർന്ന് നിൽക്കണമെന്ന് പൗലോസ് പറഞ്ഞു. എല്ലാം അനുസരണയോടെ, വിധേയത്തോടെ, ബഹുമാനത്തോടെ അവന്റെ ശിരസിന് ചേർന്ന് നിൽക്കുക, അവന്റെ ശിരസോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് അവിടുന്ന് പറഞ്ഞു. ഭാര്യമാരെ നിങ്ങൾ ഭർത്താവിനോടൊത്തെന്നും ഒരു മനമായി ഒരു സ്വരമായി ചേരേണ്ടവരല്ലോ. ഭാര്യമാരെ നിങ്ങൾ ഭർത്താവോടൊത്തെന്നും ഒരു മനമായി ഒരു സ്വരമായി ചേരേണ്ടവളല്ലോ. ഒരു മനവും ഒരു സ്വരവും ചേർച്ചയിൽ സ്നേഹവീരുന്നുണ്ടുവാൻ ത്രിയേക ദൈവം ഇറങ്ങി വരും. ഈ ചേർച്ചയിൽ സ്നേഹവിരുന്നുണ്ടുവാൻ ത്രിയേക ദൈവം ഇറങ്ങി വരും. സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭാര്യമാരെ സ്നേഹിപ്പിൻ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭാര്യമാരെ സ്നേഹിപ്പിൻ, സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പിൻ ഭർത്താക്കന്മാരെ. ഈ സ്നേഹവാടിയിൽ വിരിയുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിന് പ്രിയങ്കരരും ബഹുമാന്യരുമാണ്. അവന്റെ പദ്ധതികൾ അവരിലൂടെ നടപ്പാക്കാൻ അവരെ ദൈവം ഉപയോഗിക്കും. അങ്ങനെ ദൈവത്തിന്റെ തിരുഹിതം അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്താൽ മുദ്രിതമാക്കപ്പെട്ട ഭവനമായി ആ ഭവനം മാറും. അതുകൊണ്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക, ഇത്തരത്തിലുള്ള ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബം മാറട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളും ഈ ശുശ്രൂഷ വഴി അനുഗ്രഹിക്കപ്പെടട്ടെ. തിരിയും പൂമൊട്ട്